അസ്സലാമലൈക്കും. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, ഇത് കണ്ടിട്ട് ഏതെങ്കിലും ഉത്സവ പറമ്പിലെ അല്ലെങ്കിൽ അമ്പലമുറ്റത്തെ കാഴ്ചയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചെങ്കിൽ മാപ്പ്. 5 നേരം നമസ്കരിക്കുന്ന പള്ളികളിൽ നേർച്ചകളുടെ പേരിൽ അരങ്ങേറുന്ന ആഭാസത്തലങ്ങളാണ് നിങ്ങളീ കാണുന്നത്. ആൾ ദൈവങ്ങളെയും ആളില്ലാത്ത ദൈവങ്ങളെയും കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ നാട്. ഇന്ന് ഏറ്റവും അധികം ലാഭം കൊയ്യുന്ന കച്ചവട ചരക്കായി ദൈവം മാറിയിരിക്കുന്നു. പണം കൊടുത്തും കാണിക്കയിട്ടും കാര്യസാധ്യത്തിനുള്ള ഒരിടമായി ദൈവത്തിൻ്റെ ഇടം മാറിയത് ഇന്നും ഇന്നലെയുമല്ല. അതിനു മനുഷ്യരാശിയോളം പഴക്കമുണ്ട്. അന്ധവിശ്വാസത്തിനും അതിൻ്റെ പേരിലുള്ള ചൂഷണങ്ങൾക്കുമെതിരെ ശക്തമായ താക്കീതുമായിട്ടാണ് ഇസ്ലാം രംഗത്ത് വന്നത്. അതേ ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പേരിൽ തന്നെ ചൂഷണം ഇന്ന് വ്യാപകമായിട്ടുണ്ട്. പള്ളിയുടെയും ഐതിഹ്യത്തിൻ്റെയും കെട്ടുകഥകളുടെയും ഒക്കെ മറവിൽ വിശ്വാസം വിറ്റ് ജീവിക്കുന്നവരുടെ എണ്ണം ഇന്ന് വല്ലാതെ കൂടിയിരിക്കുന്നു. പൂജയും മന്ത്രവും നേർച്ചയുമെല്ലാം മുസ്ലിം പള്ളികളുടെ ഭാഗമാകുമ്പോൾ ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അന്തസത്തയെ കളങ്കപ്പെടുത്താൻ ഇതിലും കൂടുതലായി വേറെ എന്ത് വേണം? മതത്തിലെ ജീർണതയ്ക്കെതിരെ ശബ്ദമുയർത്തുന്നവരെയെല്ലാം ഇവർ പലതരത്തിൽ ആക്രമിക്കുന്നുണ്ട്. ജനങ്ങൾ കൂടുതലായി ഇത്തരം വൈകൃതങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും ദീനിൻ്റെ ഉദ്ബോധനത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. 5 നേരം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ബാങ്ക് വിളിക്കുന്ന മുറ്റത്ത് എന്തെല്ലാം പേക്കൂത്തുകളാണ് അരങ്ങേറുന്നത്. ഏകനായ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ടല്ലാതെ മനുഷ്യന് എവിടെയാണ് രക്ഷ? യഥാർത്ഥ വിശ്വാസി മനസ്സിനൊന്ന് പ്രാർത്ഥിച്ചാൽ അള്ളാഹുവിൽ നിന്നുള്ള ഉത്തരം കിട്ടും. അതിന് അയാൾ ദിവ്യനായിക്കൊള്ളണമെന്നില്ല. നിങ്ങളും ഞാനും പരിപൂർണമായും പടച്ചവനിലേക്ക് വിശ്വാസമർപ്പിക്കുമ്പോൾ നമ്മുടെ തേങ്ങലുകൾക്ക് ആശ്വാസമാകുന്നത് അവൻ തന്നെയാണ്. അതല്ലാതെ ഏതെങ്കിലും മരിച്ചുപോയ നല്ലവരായ മുഹമ്മിനുകളുടെ ആത്മാക്കളല്ല. അള്ളാഹുവിനും നമുക്കുമിടയിൽ ഒരു മറകളുടെയും ഒരു മീഡിയേറ്ററുടെയും ആവശ്യമില്ല. പള്ളി നമസ്കരിക്കുന്നതിനുള്ള ഇടമാണ്. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ഒരേ ദിശയിൽ ഒരേപോലെ ഒരൊറ്റ റബ്ബിന് മുന്നിൽ സുജൂദ് ചെയ്യുന്നു എന്നതിലാണ് ഇസ്ലാമിൻ്റെ സൗന്ദര്യം. ബാഹ്യമായ പ്രഹസനങ്ങൾക്ക് ഈ മുസ്ലിമെ നീ അടിമയാകാതിരിക്കൂ. ഇത് ഞാൻ ആരോടുമുള്ള വിദ്വേഷത്തിൻ്റെ പേരിൽ ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. നന്നായി ചിന്തിക്കാൻ കഴിവുള്ളവർ ദയവ് ചെയ്ത് ഇത്തരം വൈകൃതങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എന്നതൊരു അപേക്ഷയാണ്. നാളെ പടച്ചവൻ്റെ മുന്നിൽ പോയി നിൽക്കേണ്ടവരാണ് നമ്മൾ. റബ്ബിനെ മറന്നിട്ടുള്ള ഒരു കളിക്കും